യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. തിരുവചനം നമ്മളോട് പറയുകയാണ്, പുത്രനായ ദൈവം അവിടുത്തെ മഹത്വം നമ്മൾ ദർശിക്കാനിടയാക്കി. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു. യേശുവിൽ നമ്മൾ കണ്ട കരുണയും സ്നേഹവും അവിടുന്ന് കുരിശുമരണത്തിലൂടെ നമ്മളോട് കാണിച്ച കാരുണ്യവുമെല്ലാം പിതാവിൻ്റെയാണ്. അതുകൊണ്ടായിരിക്കണം മലയാള സാഹിത്യത്തിലെ വലിയ ഒരു എഴുത്തുകാരൻ, സാഹിത്യ വിമർശകൻ KP അപ്പൻ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരൻ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന തൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ക്രിസ്തുമസ് ദിനത്തിലെ സ്നേഹവിരുന്നിന് ശേഷം എനിക്കൊരു ബൈബിൾ സമ്മാനമായി കിട്ടി. അങ്ങനെയാണ് ഈ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുന്ന ക്രിസ്തുവചനങ്ങളുമായി ഞാൻ ബന്ധപ്പെടാൻ തുടങ്ങിയത്. അതോടെ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അക്രൈസ്തവനായ, എന്നാൽ ബൈബിളിനെ രാത്രിയുടെ യാമങ്ങളിലും തൻ്റെ ജീവിതത്തിൻ്റെ നിരവധി സന്ദർഭങ്ങളിലും ധ്യാനിച്ച് അതിൻ്റെ ഉൾവെളിച്ചം കൊണ്ട് വലിയ പ്രകാശം ലോകത്തിന് സമ്മാനിച്ച ഒരു അധ്യാപകനാണ് KP അപ്പൻ മാഷ്. അദ്ദേഹം പറയുകയാണ്, ഒരു ക്രിസ്തുമസ് ദിനത്തിൽ തനിക്ക് ലഭിച്ച വിശുദ്ധ ബൈബിൾ ഒരു സ്നേഹവിരുന്നിന് ശേഷം, അങ്ങനെ ദൈവവചനത്തിൻ്റെ ഒരു വലിയ സാക്ഷിയായിട്ട് അദ്ദേഹം മാറുകയും ഒടുവിൽ അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു വ്യക്തിയാകാം. വലിയ നിരാശയും കടബാധ്യതയും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഭരണം നടത്തുന്നുണ്ടാകാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ക്രിസ്തുവിൽ നിന്ന് ജനിക്കുമ്പോൾ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമുക്കെല്ലാറ്റിനെയും അതിജീവിക്കാനുള്ള കരുത്ത് കടന്നു വരും. അതുകൊണ്ടാണ് യെശയ്യാ 30:20 അവിടെ പറയുന്നുണ്ട്, യുവാക്കൾ പോലും ശക്തിയറ്റ് വീണേക്കാം, വൃദ്ധന്മാർ തളർന്നു പോയേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെപ്പോലെ ചിറകടിച്ചുയരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ദൈവം, പൗലോസ്ലീഹ പറയുകയാണ്, പ്രത്യാശയുടെ ദൈവമാണ്. നമുക്ക് പ്രത്യാശയും കൃപയും പ്രദാനം ചെയ്യുന്ന ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം. ഈ രാത്രി ദൈവത്തിൻ്റെ ഒരു സ്നേഹം, വിലാപങ്ങളുടെ പുസ്തകം പറയുന്നുണ്ടല്ലോ, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ആ പുതിയ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങാൻ നമുക്ക് മറ്റൊരു സായാഹ്നം, മറ്റൊരു സമയം ദൈവം അനുവദിക്കുന്നു. ആ ദൈവ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ തുറന്നു വയ്ക്കാം. ഒരിക്കൽ വിശുദ്ധനും പണ്ഡിതനുമായ കത്തോലിക്ക സഭയിലെ പ്രശസ്തനായ ഒരു കർദിനാളാണ് കാർഡിനൽ ജോസഫ് സ്യൂനൻസ്. അദ്ദേഹത്തോട് ദി ക്രിട്ടിക് എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപർ ചോദിക്കുന്നുണ്ട്, ഇത്രയും അൺസർട്ടനിറ്റി നിറഞ്ഞ, യാതൊരു ഉറപ്പുമില്ലാത്തൊരു കാലത്ത്, ഒരു കെട്ടകാലത്ത് താങ്കളെപ്പോലൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും പ്രത്യാശയുടെ മനുഷ്യനായിരിക്കുന്നത്? അതിന് കാർഡിനൽ സ്യൂനൻസ് കൊടുത്ത മറുപടി മനോഹരമാണ്. കാരണം ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ഇത്രയും അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു കാലത്ത് കർദിനാളിനോട് ചോദിക്കുകയാണ്, താങ്കൾ എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ മനുഷ്യനാണ്, പ്രത്യാശയുടെ മനുഷ്യനാണ്. കാരണം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി തന്നെയാണ്, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു.
പ്രിയമുള്ളവർ, ഈ സത്യം ലോകത്തിന് അറിയില്ല. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടാണ് സ്നാനം നൽകിയത്, അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം നൽകും. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകാൻ വന്നവനാണ് മിശിഹ. അതുകൊണ്ട് ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുന്ന ക്രിസ്തു വചനങ്ങളുടെ സൗന്ദര്യത്തിൽ നിന്ന് ആ സാഹിത്യകാരൻ പറഞ്ഞു, ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്നതൊക്കെയും ലോകത്തെ കീഴടക്കും. അതുകൊണ്ട് നമ്മുടെ തളർന്ന മനസ്സിനെ, തകർന്ന ജീവിതങ്ങളെ, പ്രത്യാശ മങ്ങിയ നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. നമുക്കും പറയാം, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ ആഗമനകാലത്ത്, ഈ തിരുപ്പിറവിയുടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ നാളുകളിൽ എന്നിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ. ഈ വരികളോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഓർക്കാം, കാർഡിനൽ സുനൻസ് ജീവിച്ചിരുന്നതിനേക്കാൾ പ്രത്യാശ മങ്ങിയ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾ, പ്രത്യേകിച്ച് കോവിഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് തകർച്ചകളും സങ്കടങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഒരിക്കൽ കൂടെ ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ തീർച്ചയായും നമുക്ക് പരിശുദ്ധാത്മാവ് വേണം. റോമാലേഖനം 5:5 നമ്മളോട് പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രത്യാശ മങ്ങിപ്പോയിട്ടുണ്ടോ? നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞതായി നമ്മൾ കാണപ്പെടുന്നുണ്ടോ? നമ്മുടെ ഹൃദയം ദൈവത്തിനായിട്ട് തുറന്നിടണം, ഈശോയ്ക്കായിട്ട് തുറന്നിടണം. ഹി സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ആൻഡ് നോക്കിംഗ്. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ മുട്ടി വിളിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഈ വരികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഗമനകാലത്ത്, ഓ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ദൈവാനുഭവം എനിക്ക് തരണമേ, എന്നെ ഒന്ന് തൊടണമേ, എന്നെ സ്പർശിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആശ നശിക്കുമ്പോൾ അരികിൽ നീ വരണേ. ആശ നശിക്കുമ്പോൾ അരികിൽ നീ വരണേ. ആത്മവേദിയിലാനന്ദത്തിൻ കിരണം വീശണമേ. ആത്മവേദിയിൽ ആനന്ദത്തിൻ കിരണം വീശണമേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ജീവദായകനായി വരണമേ. ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ ആരാധന, യേശുവേ ആരാധന. കർത്താവെ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് ഈ ഒരു 2021 ആഗമനകാലം കാണാൻ ഞങ്ങളെ അനുവദിച്ചല്ലോ. അവിടുത്തെ തിരുക്കുമാരൻ്റെ പിറവിക്കായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സജ്ജമാക്കുന്നുണ്ടല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകി, വലിയ പ്രത്യാശ നൽകി,
ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. ഓ ദൈവമേ, ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ തകർച്ചകളോടും കൂടെ, സങ്കടങ്ങളോടുകൂടെ, വേദനകളോടുകൂടെ, കാലിത്തൊഴുത്തിനേക്കാൾ എൻ്റെ ഹൃദയം മോശമാണെങ്കിലും കർത്താവേ, നീ അത് വിശുദ്ധീകരിച്ച് അതിൽ വന്ന് പിറക്കണമേ. ഒന്നുകൂടെ സ്തുതിച്ച് ആരാധിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, ദൈവമേ മഹത്വം. ഹാലലൂയ, യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹാലലൂയ, 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 ഹാലലൂയ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു നന്നായൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വേദനകളുമായിട്ട് കടന്നു വരുന്ന മനുഷ്യരെ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തിനാണ് അങ്ങ് മദ്യപാനികൾക്ക് മക്കളെ കൊടുക്കുന്നത്? ഈ മദ്യപിച്ച് മക്കളെയും കുടുംബത്തെയും ഒന്നും സ്നേഹിക്കാൻ പറ്റാത്ത മനുഷ്യരുടെ ക്രൂരത, ആ കുഞ്ഞുങ്ങൾ, ആ കുടുംബം അനുഭവിക്കുന്ന സങ്കടം കണ്ടിട്ടാണ് അദ്ദേഹം ചോദിച്ചത്, ദൈവമേ, നീ എന്തിനാണ് മദ്യപാനികൾക്ക് മക്കളെ കൊടുക്കുന്നത്? അതിന് ഒരു പ്രാർത്ഥനയുടെ വേളയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം ഇതായിരുന്നു: ഒരു മദ്യപാനിയിലൂടെ അല്ലെങ്കിൽ ഒരു കള്ളുകുടിയനിലൂടെ ഒരു മനുഷ്യജീവൻ ഉണ്ടാവട്ടെ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ലഭിക്കാതെ പോയതെല്ലാം ഞാൻ എൻ്റെ പുത്രനിലൂടെ തിരിച്ചു നൽകും. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ആത്മീയ സത്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ടോ, കർത്താവ് പറയുകയാണ്, ഒരു കള്ളുകുടിയനിലൂടെ ഒരു കുഞ്ഞ് ജനിക്കട്ടെ, അതിന് ലഭിക്കാതെ പോയ സ്നേഹമാവട്ടെ, വാത്സല്യമാകട്ടെ, സൗഖ്യമാകട്ടെ, ഞാൻ എൻ്റെ പുത്രനിലൂടെ തിരികെ നൽകും. മറക്കരുത്, ആദത്തിലൂടെ നഷ്ടപ്പെട്ട പറുദീസ ക്രിസ്തുവിലൂടെ തൻ്റെ മക്കൾക്ക് നൽകുക എന്നതാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതി. അതാണ് രക്ഷാകര ചരിത്രം തന്നെ. ഒരുപക്ഷെ എനിക്ക് നഷ്ടമായ ജീവിതത്തിൻ്റെ പ്രത്യാശയാകാം, സ്നേഹമാകാം, ഇനി ഒരിക്കലും സ്നേഹിക്കാനാവാത്ത വിധം മുറിവേറ്റ മനസ്സാകാം, ക്രിസ്തു സുഖപ്പെടുത്തും. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം പറയുന്നു, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ദ ട്രൂ ലൈറ്റ് വിച്ച് എൻലൈറ്റൻസ് എവ്രി മാൻ വാസ് കമ്മിങ് ഇൻ ടു ദ വേൾഡ്. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻലൈറ്റൻമെൻറ്റ് തേടിയിട്ട് പരക്കം പായുകയാണ്. ഈശോയുടെ ആ ഒരു വിശ്വാസം സ്വീകരിച്ചവരടക്കം ഒരു എൻലൈറ്റൻമെൻറ്റ് ഇല്ല. നോക്കുക, യോഹന്നാൻ പറയുകയാണ്, ദ ട്രൂ ലൈറ്റ് വിച്ച് എൻലൈറ്റൻസ് എവ്രി മാൻ, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതങ്ങളെ ആ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് ഒന്ന് ദൈവത്തെ ആരാധിക്കാം. ഓ, എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ അവിടുന്ന് ശക്തനാണ്. ഓ കർത്താവേ, ഇതാ എൻ്റെ ജീവിതം മുഴുവനായും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിനെ സ്തുതിക്കാം, നന്ദി പറയാം. ഹല്ലേലൂയ. ഓ യേശുവേ നന്ദി. കർത്താവെ നന്ദി പറയുന്നു. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം അത് ക്രിസ്തുവാണ്. യോഹന്നാൻ എഴുതി 1-ാം അധ്യായം 5-ാം വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, എല്ലാ വെളിച്ചവും അണഞ്ഞ ഒരു ലോകത്ത് നമ്മൾ തിരിച്ചറിയണം, അവനിൽ ജീവനുണ്ട്, അവനിൽ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ കീഴടക്കാൻ ഒരിരുട്ടിനും ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയട്ടെ, ദൈവസാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രത്യാശയും നിന്നിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ തകർച്ചകളെ, സങ്കടങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയുന്ന ദൈവം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയാക്കി മാറ്റുന്നു. ഞാനങ്ങ് സ്തുതിക്കുന്നു ദൈവമേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ, യേശുവേ മിശിഹായേ, ദിവ്യമാം വെളിച്ചമേ, വിരിയൂ പ്രഭാതമേ, തെളിയൂ പ്രകാശമേ,
പ്രകാശമേ യേശുവേ മിശിഹായേ ദിവ്യമാം വെളിച്ചമേ. ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ യേശുവാകുന്ന ആ ഒരു എൻലൈറ്റൻമെൻറ്റ് കടന്നു വരാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് അനേക മനുഷ്യർ അവരുടെ ജീവിതത്തിൽ അവരുടെ പാരമ്പര്യത്തിലും മറ്റ് പല കാര്യങ്ങളിൽ അഭിമാനിക്കുകയാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ലാതെ പോകുന്നു. വിശുദ്ധ അഗസ്റ്റിൻ ഒരിക്കൽ പറഞ്ഞു, there are lots of baptized unbelievers inside the church. There are lots of unbaptized believers in the world. ദേവാലയത്തിനകത്ത് മാമോദിസ സ്വീകരിച്ച ഒരുപാട് അവിശ്വാസികൾ നിന്ന് നെടുവേർപ്പിടുകയാണ്. അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ബലിപീഠത്തിൽ സംഭവിക്കുന്ന എന്താ? എന്തിനാണ് ചങ്കിലെ ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം ഒരു ചെറുകാറ്റിൽ പറക്കാൻ പോകുന്ന ഗോതമ്പപ്പമായി മാറിയിട്ട് ഓരോ മനുഷ്യൻ്റെയും നാവിലലിയുന്ന സ്നേഹം പലർക്കും പിടികിട്ടുന്നില്ല. ലോട്ട്സ് ഓഫ് ബാപ്റ്റൈസ്ഡ് അൺബിലീവേഴ്സ് ഇൻസൈഡ് ദ ചേർച്ച്. എന്നാൽ ഒരു മാമോദിസയുടെയും പിൻബലമില്ലാത്ത കുറേ മനുഷ്യർ ദേവാലയത്തിന് വെളിയിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നു, ക്രിസ്തുവിനെ നെഞ്ചിലേറ്റുന്നു. അതുകൊണ്ട് ദൈവത്തിനൊരു വലിയ സങ്കടമുണ്ട്. അതാണ് യോഹന്നാൻ എഴുതിയത് 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം 11-12. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് കൊടുത്തു. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. കൊട്ടിയടയ്ക്കപ്പെട്ട സത്രം പലപ്പോഴും നമ്മുടെ ഹൃദയമാണ്. അതുകൊണ്ട് നമുക്ക് ഈ തിരുപ്പിറവിയുടെ നാളുകളിൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയട്ടെ. രക്ഷകനും കർത്താവുമായിട്ട് ഏറ്റുപറയാൻ കഴിയട്ടെ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിൻ്റെയാണ് എന്ന് പറഞ്ഞത് ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിഹയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 4:12. വലിയ ഒരു ബോധ്യത്തോടുകൂടെ അത് ഏറ്റുപറയാൻ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു എന്നേറ്റു പറയാൻ നമുക്ക് കഴിയട്ടെ. ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രകാശമുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് ആരാണ്? വചനമോർക്കാം, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. എന്നാൽ തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കർത്താവും രക്ഷകനും നാഥനുമായി അങ്ങയെ സ്വീകരിക്കാൻ ഈ ആഗമനകാലത്ത് എനിക്ക് കഴിയണം. ഈ വരികളോടുകൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴപ്പെടുത്താൻ പ്രാർത്ഥിക്കാം, ഏറ്റുപാടാം. നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കാം. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, പ്രാർത്ഥനയാക്കി മാറ്റാം. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവും
രക്ഷകനും നാഥനുമായി യേശുവിനെ ഏറ്റുപറയാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് ക്രിസ്തുമസ്. എഡ്വെൻ്റ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ചരിത്രത്തിലേക്ക് വരാനിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ചക്രവർത്തി, ഒരു വലിയ ഒരു മനുഷ്യൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് എഡ്വെൻ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു കാലം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരു വലിയ സാന്നിധ്യമായിട്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ രക്ഷകനും നിയന്താവുമായിട്ട് മിശിഹ കടന്നു വരുന്ന ഒരു ആഗമനകാലമാക്കി നമുക്ക് മാറ്റാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കും. നമ്മൾ നേരത്തെ കേട്ടു, യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ വചനം മാംസമായത് നമ്മുടെ ഇടയിൽ വസിക്കാനാണെന്നും അവിടുത്തെ മഹത്വം നമ്മൾ ദർശിക്കാൻ അനുവദിച്ചത് കൃപയും സത്യവും നിറഞ്ഞ പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം നമ്മൾ ദർശിക്കാനിടയായത് തീർച്ചയായും ആ ദൈവത്തെ അറിയാനാണെന്നും നമുക്ക് ഓർക്കാം, തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ സഭയിൽ ഒരു വലിയ വിശുദ്ധനാണ്. അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു ചിന്ത ഇങ്ങനെയാണ്: ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും അനുഭവവും അപൂർണവും അല്പമാത്രവുമാണ്. നമ്മുടെ യാതൊരു ശക്തി കൊണ്ടും ദൈവത്തിൻ്റെ സത്ത ഗ്രഹിക്കുക സാധ്യമല്ല. എല്ലാ അറിവിൽ നിന്നും അറിവില്ലായ്മയുടെ തലത്തിലേക്ക് ഉയരണം. നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും അനുഭവവും അപൂർണവും അല്പമാത്രവുമാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അറിവില്ലായ്മ, ഹോസിയ പ്രവാചകൻ പറയുന്നു 4-ാം അധ്യായം 6-ാമത്തെ വാക്യം, എൻ്റെ ജനം അവരുടെ അജ്ഞത നിമിത്തം നശിക്കുന്നു. മൈ പീപ്പിൾ ആർ പെറിഷ് ബിക്കോസ് ദേ ഡു നോട്ട് എക്നോളജ് മീ എന്നാണ് ഒരു ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. അപ്പം നമ്മൾ ഈ അല്പമാത്രമായ അറിവ് വെച്ചിട്ട്, അനുഭവം വെച്ചിട്ട് എനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ദുരന്തം. അതുകൊണ്ടാണ് വിശുദ്ധൻ പറഞ്ഞ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും അനുഭവവും അപൂർണവും അല്പമാത്രവുമാണ്. ഒരിക്കലൊരു പ്രശസ്തമായ ദേവാലയം, ഒരുപാട് പേരുകേട്ട സ്ഥലത്ത് കാറ്റഗിസം കുട്ടികളുടെ സെമിനാർ നടക്കുകയാണ്. സെമിനാർ നയിക്കുന്ന വൈദികൻ കുട്ടികളുടെ കയ്യിലൊക്കെ ഒരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മ ഒരു ചിത്രമായിട്ടോ പേരായിട്ടോ അടയാളപ്പെടുത്തി തരിക. അതൊരു പരീക്ഷണമാണ്, ഒരു എക്സ്പെരിമെൻ്റാണ്. അച്ഛനിങ്ങനെ വിചാരിച്ചു, ദേവാലയവുമായിട്ട് അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കാൻ പോകുന്ന ഓർമ്മ അവിടുത്തെ വിശുദ്ധ അല്ലെങ്കിൽ ദിവ്യകാരുണ്യം, അവിടുത്തെ കുമ്പസാരക്കൂട്, അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് അച്ഛൻ ഈ പേപ്പർ കളക്ട് ചെയ്ത് നോക്കുമ്പോൾ അച്ഛനെ ഞെട്ടിച്ചുകൊണ്ട് ഭൂരിപക്ഷം എഴുതിയിട്ടുള്ളത് ആ ദേവാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മ അവിടുത്തെ പെരുന്നാളിന് പൊട്ടുന്ന ഗുണ്ടാണ്. ഗുണ്ടിൻ്റെ പടം വരച്ച് വെച്ചേക്കുക. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവും അനുഭവവും എത്ര അപൂർണമാണ്. എന്നിട്ടും ഒരു ദേവാലയത്തെ അടയാളപ്പെടുത്താൻ ആവശ്യപ്പെട്ട കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് അവിടുത്തെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയോളം വിലപ്പെട്ടത് വേറെ എന്താണുള്ളത്? ആ ഒരു കൺവിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഗുണ്ട് വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു അമിട്ട് വരച്ചിട്ട് പള്ളീനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം ഗുണ്ടാണ്. അതുകൊണ്ട് ചില ജീവിതങ്ങളൊക്കെ ഗുണ്ട് പൊട്ടണ പോലെ ഇന്ന് പൊട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചത്: ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ക്രിസ്തു യേശുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3. ഒരേ ഒരു അറിവ്, ഏക സത്യദൈവമായ അവിടുന്ന് അയച്ച ക്രിസ്തു യേശുവിനെ അറിയുക. ഈ അറിവ് ആനന്ദമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഒരു ക്രിസ്ത്യാനിക്ക് 3 ലക്ഷണം എഴുതി വെച്ചു. ഒന്ന്, അവൻ ആനന്ദമുള്ളവനാണ്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16 മുതൽ 19 വരെ. അവിടെയാണ് 3 ലക്ഷണങ്ങൾ പറയുന്നത്. എന്താണ്? ബി ജോയ്ഫുൾ ഓൾവേസ്, എല്ലായ്പ്പോഴും ആനന്ദമുള്ളവൻ.
പ്രേ അറ്റ് ഓൾ ടൈംസ്, പ്രാർത്ഥനയുടെ മനുഷ്യൻ. ബി താങ്ക്ഫുൾ ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്, എല്ലാ സാഹചര്യങ്ങളിലും, സന്തോഷത്തിലും ദുഃഖത്തിലും ജീവനിലും മരണത്തിലുമൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നവൻ. ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് ഈ വലിയ വിശുദ്ധൻ ഈ ശ്ലീഹ കുറിച്ചു വെച്ചു. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും അനുഭവവും അപൂർണവും അല്പമാത്രവുമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആ ഒരു ദാഹം തരും, എനിക്ക് ദൈവത്തെ അറിയണം. അതുകൊണ്ട് ഒരു വിശുദ്ധൻ പറഞ്ഞു, ദൈവമല്ലാത്തതെല്ലാം ദൈവത്തെ പ്രതി ഉപേക്ഷിക്കുന്നവനാണ് ദൈവത്തെ കിട്ടുക. ഇന്ന് ദൈവമല്ലാത്തത് കൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും നിറഞ്ഞിരിക്കുന്നു. ഈ കോവിഡൊക്കെ വന്ന് വൻ തകർച്ചകളും സങ്കടങ്ങളും നിറഞ്ഞ ലോകത്ത് അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം എവിടെ? ഇപ്പം ദൈവം എവിടെ? കൊറോണ വന്നപ്പോഴാണ് ദൈവം എവിടെയെന്നെങ്കിലും ചിലർ ചോദിക്കാൻ തുടങ്ങിയത്. അതന്നെ സന്തോഷം. എന്നാൽ പ്രിയമുള്ളവരെ, അതിൻ്റെ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യത്തെ ചോദ്യത്തിലുണ്ട്. ദൈവം ചോദിച്ചു, ആദം നീ എവിടെ? നീ എവിടെ? ഒരു മലയാളത്തിലെ ഒരു ചിന്തകൻ, ഒരു സാഹിത്യകാരൻ എഴുതി വെച്ചു, മലയാളിയുടെ ജീവിതത്തെ നോക്കിയിട്ട്, പുറമേക്കെല്ലാം ഭദ്രം സുന്ദരം, അകത്ത് ജീർണതകളാണ്. ഉല്ലാസത്തിൻ്റെ ഉപരിപ്ലവതകളിൽ ജീവിതത്തിൻ്റെ എല്ലാ സത്യങ്ങളെയും ഒഴുക്കി വിട്ട് മലയാളി ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫ്ലോട്ടിംഗ് ആണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പുറമേക്കൊക്കെ ഭദ്രം സുന്ദരം, എന്നാൽ അകത്ത് ജീർണതകൾ. അതുകൊണ്ട് ഈ ആഗമന കാലത്ത് തീർച്ചയായും ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞൊരു വലിയ സത്യമുണ്ട്. മാലാഖ മറിയത്തോട് പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഞാൻ എന്തിന് ഈ പാപഭാരം ചുമക്കണം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ അധികാരമുള്ളവൻ മിശിഹ, അവൻ വന്നു. അതുകൊണ്ട് അവനെ സ്വീകരിച്ചവർക്ക്, ആ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് സ്വർഗം പ്രദാനം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും അനുഭവവും അപൂർണവും അല്പമാത്രവുമാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ യാതൊരു ശക്തി കൊണ്ടും ദൈവത്തിൻ്റെ സത്ത ഗ്രഹിക്കുക സാധ്യമല്ല. ഇന്ന് ദൈവത്തെ അറിയാം, എല്ലാം അറിയാം എന്നൊക്കെ നമ്മൾ കരുതുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കണം, നമ്മുടെ യാതൊരു ശക്തി കൊണ്ടും കഴിവുകൊണ്ടും നമുക്ക് ദൈവത്തെ അറിയുക സാധ്യമല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 1:18 നമ്മൾ ഒരു വചനം കാണുന്നു, ദൈവം തന്നെയായ ഏകജാതൻ വേണം പിതാവിനെ വെളിപ്പെടുത്താൻ. മാത്യു 11:27, പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ അറിയാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യാതൊരു ശക്തി കൊണ്ടും ദൈവത്തിൻ്റെ സത്ത ഗ്രഹിക്കുക സാധ്യമല്ല. മുട്ടുകുത്തി നിന്നിട്ട് വേണം ദൈവത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കാനായിട്ട്. എന്നിട്ട് പറയുന്ന, എല്ലാ അറിവിൽ നിന്നും അറിവില്ലായ്മയിലേക്ക് ഉയരണം. ദൈവമേ, ഞാനൊന്നുമില്ല. എപ്പോഴാണോ ഈ അറിവില്ലായ്മയുടെ തലത്തിലേക്ക് നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുന്നത്, അവിടെ ദൈവം നമ്മളിൽ വന്ന് നിറയാൻ തുടങ്ങും. പ്രിയമുള്ളവരെ, ഒരു പഴയ ഒരു ഇംഗ്ലീഷ് വീഡിയോ കാണാനിടയായി. ക്രിസ്തുമസിനോട് വളരെ റിലേറ്റഡ് ആണ്. അങ്ങനെ ക്രിസ്തുമസിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ജനങ്ങളിങ്ങനെ ഓടുന്നു, ഷോപ്പിംഗ് മാളിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങുന്നു, അത് കവർ ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, സമ്മാനിക്കാൻ ഒരുങ്ങുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അവിടെ വളരെ നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ സ്വരത്തിൽ ഇങ്ങനെ പറയുന്നു, ദ ഫസ്റ്റ് ഗിഫ്റ്റ് വാസ് നോട്ട് റാപ്പ്, ഹാഡ് നോ ബൗ, നോട്ട് പർച്ചേസ് ഓൺലൈൻ ഓർ ഇൻ എ സ്റ്റോർ. ആദ്യത്തെ ക്രിസ്തുമസ് സമ്മാനം എന്ന് പറയുന്നത് അത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തതല്ല, അത് പൊതിഞ്ഞു കെട്ടിയിട്ടില്ല, അതും ഇങ്ങനെ ഭംഗിയുള്ള തൊങ്ങലുകൾ ചാർത്തിയിട്ടില്ല. എന്നാൽ ഒന്നാമത്തെ ക്രിസ്തുമസിൻ്റെ ഗിഫ്റ്റ്, ദ ഫസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ക്രിസ്മസ് വാസ് സിമ്പിൾ ഗിഫ്റ്റ്. അതൊരു സിമ്പിളായ ഗിഫ്റ്റായിരുന്നു, എ സീക്രട്ട് ഗിഫ്റ്റ്, ഒരു വിശുദ്ധമായ സമ്മാനമായിരുന്നു. അത് സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ മീറയോ അങ്ങനെ ഒന്നുമല്ല. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. അത് സ്നേഹത്തിൻ്റെയും ജീവൻ്റെയും സമ്മാനം. എന്നിട്ട് പറയുകയാണ് ഗിവൺ ബൈ എ ഫാദർ, ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് തന്ന ഒന്നാമത്തെ സമ്മാനം അതെന്തായിരുന്നു? യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കാൻ ഓരോരുത്തർക്കും വേണ്ടി, എനിക്കും നിനക്കും അവനും അവൾക്കും, അങ്ങനെയാണ് കാണിക്കുക. ദറ്റ് ഗിഫ്റ്റ് വാസ് ഫോർ യു, യു ആൻഡ് യു ആൻഡ് യു. എല്ലാവർക്കുമായി തന്ന ആ ഗിഫ്റ്റിൻ്റെ പേരാണ് ക്രിസ്തു. എവ്രി വൺ ഹി ഗേവ് ഹിസ് സൺ, ഹീസ് ക്രൈസ്റ്റ്. അത് ക്രിസ്തുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, ഇന്ന് ക്രിസ്തുമസിന് ക്രിസ്തു പലരുടെയും ജീവിതത്തിൽ ഇല്ല. ക്രിസ്തുവിനെ മറന്നുള്ള ഒരു ഒരുക്കവും ഓട്ടങ്ങളുമാണോ നമ്മുടേത്? എങ്കിൽ ഈ കുഞ്ഞു വീഡിയോ മനസ്സിനെ വല്ലാതെ തൊട്ടു. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്ക സ്വരത്തിൽ പറയുന്ന ഒന്നാമത്തെ ക്രിസ്തുമസിന് നമുക്ക് ലഭിച്ച സമ്മാനം ഓൺലൈൻ വഴിയല്ല, തപാൽ വഴിയല്ല. ദാറ്റ് വാസ് ഗിവൺ ബൈ എ ലവിങ് ഡാഡി. സ്നേഹമുള്ള ഒരപ്പൻ, ഒരു പിതാവ് നമുക്കായി തന്ന ഒരു സമ്മാനം, അത് ക്രിസ്തുവാണ്. എന്നിട്ട് ആ വീഡിയോ അവസാനിക്കുന്നിടത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അതിങ്ങനെയാണ്: ഹീ ഈസ് ക്രൈസ്റ്റ്, ഹീ ഈസ് ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഹീ ഈസ് ദ ഗിഫ്റ്റ്. അവനാണ് സമ്മാനം. ഡിസ്കവർ ദ ഗിഫ്റ്റ്. ആ സമ്മാനത്തെ നീ കണ്ടെത്തണം. എംബ്രേസ് ദ ഗിഫ്റ്റ്. ആ സമ്മാനത്തെ നീ ഹൃദയത്തോട് ചേർക്കണം. ഏറ്റവും ഒടുവിൽ ഷെയർ ദ ഗിഫ്റ്റ്. ആ സമ്മാനം മറ്റുള്ളവർക്ക് പങ്കിടണം. നമ്മൾ മറന്നുപോയ ക്രിസ്തുമസിൻ്റെ 4 പാഠങ്ങൾ ഇവിടെയുണ്ട്. ഒന്നാമത്തത്, ഹീ ഈസ് ദ ഗിഫ്റ്റ്. ഏറ്റവും വലിയ സമ്മാനം, പ്രിയമുള്ളവരെ, അത് മറ്റൊന്നുമല്ല, അത് ക്രിസ്തുവാണെന്ന് അറിയുക. അതുകൊണ്ടാണ് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ, പണ്ഡിതനായ വിശുദ്ധനായ ഷീൻ മെത്രാൻ എഴുതി വെച്ചു, യാതൊന്നും നീ അറിയുന്നില്ലെങ്കിലും ക്രിസ്തുവിനെ നിനക്കറിയാമെങ്കിൽ നിനക്കത് മതി. മറ്റെന്തെല്ലാം നിനക്കറിയാമെങ്കിലും ക്രിസ്തുവിനെ അറിയുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. യാതൊന്നും നീ അറിയുന്നില്ലെങ്കിലും നിനക്ക് ക്രിസ്തുവിനെ അറിയാമെങ്കിൽ അത് മതി. മറ്റെന്തെല്ലാം നിനക്കറിയാമെങ്കിലും ക്രിസ്തുവിനെ അറിയുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം പറയുന്നത്, നീ എന്തുമാത്രം ദരിദ്രനാണ്. നീ ധനവാനാണെന്ന് നീ പറയുന്നു, പക്ഷെ നീ ദരിദ്രനും അന്ധനും ദയനീയനുമാണ്. കാരണം യഥാർത്ഥ സമ്പത്ത് നിനക്ക് വെളിയിൽ, നിനക്കത് സമീപസ്ഥമായിരുന്നിട്ട് അത് സ്വന്തമാക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് ഇന്ന് പലപ്പോഴും അത് അറിയാതെ പോകുന്നു. അതുകൊണ്ട് ഈ ആഗമന കാലത്ത്, ഈ തിരുപ്പിറവി കാലത്ത് ഒന്നാമത്തെ കാര്യം, ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്ന് തിരിച്ചറിയുക. ആ സമ്പത്ത് കണ്ടെത്തുന്നവൻ ആ സമ്പത്ത് സ്വന്തമാക്കാൻ ബാക്കിയെല്ലാം ഉപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം 3-ാമത്തെ അധ്യായം 5 തുടങ്ങിയുള്ള തിരുവചന ഭാഗത്ത് നമ്മളിങ്ങനെ കാണുന്നു, ക്രിസ്തുവാകുന്ന ആ വലിയ സമ്പത്ത് സ്വന്തമാക്കിയിട്ട് പൗലോസ്ലിയ പറയുന്നുണ്ട്, എനിക്ക് ലാഭമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ ഉച്ചിഷ്ടം പോലെ കണക്കാക്കുകയും എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ അവനെ സ്വന്തമാക്കാൻ ബാക്കിയെല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്. പ്രശസ്ത ഇംഗ്ലീഷ് സിനിമ താരമായിരുന്ന ഡോളറസ് ഹാർട്ടിൻ്റെ ആത്മകഥ നമ്മുടെ സോഫിയ ബുക്സ് ഒക്കെ അത് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഇയർ ഓഫ് ദ ഹാർട്ട് എന്നാണ്. ദ ഇയർ ഓഫ് ദ ഹാർട്ട്, ഹൃദയം മന്ത്രിച്ചത്. അത് തിരിച്ചറിയുന്ന ഡോളറസ് ഹാർട്ട് സിനിമയിലെ 10ഓളം സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നായികയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് ആ പ്രൗഢിയും ആ പ്രശസ്തിയും തൻ്റെ ആരാധക വൃന്ദവും ഒക്കെ വെടിഞ്ഞിട്ട് ഒരു മിണ്ടാമടത്തിൽ സമർപ്പിതയായിട്ട് തൻ്റെ ജീവിതം കൊടുക്കുന്നു. എല്ലാവരും പറഞ്ഞു ഇത് പോയ പോലെ വരും. ഈ അടുത്ത് 50 വർഷങ്ങൾ പൂർത്തിയാക്കി അവരുടെ ജീവചരിത്രം പുറത്തേക്ക് വന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ഫ്രം ഹോളിവുഡ് ടു ഹോളി വൗസ്, ദ ഇയർ ഓഫ് ദ ഹാർട്ട്. കാരണം അവരാ ഗിഫ്റ്റ് കണ്ടെത്തി. രണ്ടാമത്, ഡിസ്കവർ ദ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് ഡിസ്കവർ ചെയ്യണം. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് 996 തോന്നുന്നു, 10ാം ക്ലാസ് കുട്ടികളൊരു ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തിൽ ശുശ്രൂഷ നയിക്കുന്നത് എല്ലാവർക്കും പ്രിയങ്കരനായ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനൊക്കെയായ ഡേവിസ് ചിറമലച്ചനാണ്. അച്ഛൻ്റെ കൂടെ അന്ന് അച്ഛനെ ഇടയ്ക്കൊക്കെ സഹായിക്കാൻ പോകുന്ന ഒരു നല്ല ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. അച്ഛനാണ് വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്കൊക്കെ എന്നെയൊക്കെ ചേർത്ത് നിർത്തിയത്. അങ്ങനെ അച്ഛൻ്റെ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് കുറച്ച് ദൈവാനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ ഞാനിങ്ങനെ തയ്യാറെടുക്കുന്നു. അച്ഛനും ഞാനും അവിടെ ഇരിക്കുന്നിടത്തേക്ക് ഒരു കൊച്ചു മിടുക്കൻ കണ്ണട വെച്ച് ഓടി വന്നിട്ട് ചോദിച്ചു, ഫാദർ, ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അപ്പം ഞാൻ ഓർത്തു, അച്ഛൻ ഇപ്പോൾ പറയും മനുഷ്യന് കൊടുത്ത സമ്മാനം ജീവൻ, ജീവിതം. അങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ എൻ്റെ മനസ്സിലൂടെ അങ്ങനെ മിന്നിമായുമ്പോൾ വളരെ വളരെ ജ്ഞാനത്തോടെ
ഡേവിസ് ചിറമലച്ചൻ ഒരു മറുപടി ആ കുഞ്ഞിന് കൊടുത്തു. ആ വാക്ക് ഇങ്ങനെയായിരുന്നു: ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും നല്ല ദാനം, സമ്മാനം യേശുക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, അന്ന് ആ വാക്കുകളുടെ ആഴം തിരിച്ചറിയാൻ അത്രമാത്രം എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് എൻ്റെ 46-ാമത്തെ വയസ്സിൽ എനിക്കൊരു കാര്യം അറിയാം. വാട്ട് മേക്സ് മൈ ലൈഫ് മീനിങ് ഫുൾ? ഈ 46-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റുന്നത് ഭാര്യ, 3 മക്കളുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഒരു വിദേശ രാജ്യത്തൊക്കെ ജീവിക്കാനുള്ള യോഗ്യത നേടിയിരുന്നു. കനേഡിയൻ പെർമനന്റ് റെസിഡൻറ്റ് വിസ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോഴും എൻ്റെ 46-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രഭാതത്തെയും, ജീവിതത്തിൻ്റെ ഓരോ മണിക്കൂറുകളെയും അത് ജീവയോഗ്യമാക്കി മാറ്റുന്നത് ഒരു കണ്ടെത്തലാണ്. അത് ക്രിസ്തു യേശുവുമായിട്ടുള്ള കണ്ടെത്തലാണ്. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറഞ്ഞു, ക്രൈസ്തവനായിരിക്കുക എന്നത് ധാർമ്മികമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെയോ മഹത്തായ ഒരു ആശയത്തിൻ്റെയോ ഫലമൊന്നുമല്ല, ഒരു വ്യക്തിയുമായിട്ടുള്ള വ്യക്തിപരമായ കണ്ടെത്തലാണ്. അതുകൊണ്ട് ഈ ഗിഫ്റ്റ് നമ്മൾ ഡിസ്കവർ ചെയ്തോ, അത് ഡിസ്കവർ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയും ബാക്കിയൊന്നും അതിന് തുല്യമല്ല. അതുകൊണ്ട് ഈ ഒരു ആഗമന കാലത്ത് നമുക്ക് ഓർക്കാം, ഏറ്റവും ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന തോരണങ്ങളും ഒന്നുമല്ല, ഒരു പിഞ്ചു പൈതലാണ്. അതിനെ ആ ദിവ്യ ശിശുവിനെ നമ്മുടെ കരങ്ങളിലേക്ക് സ്നേഹവാനായ ഒരു അപ്പൻ, ഒരു പിതാവ് നമുക്ക് സമ്മാനിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ആ ഗിഫ്റ്റ് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, ആ ഗിഫ്റ്റ് നമ്മൾ കണ്ടെത്തണം. അനേകരുടെ ജീവിതത്തിൽ ഇന്ന് തിന്മയും പാപവും മാലിന്യങ്ങളും അവരാ ഗിഫ്റ്റ് തിരിച്ചറിയാതെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു ദുരന്തം. ബോയ്സ് ബാരറ്റ് എന്ന് പറയുന്ന ഒരു ഈശോസഭാ വൈദികനെ കുറിച്ചൊരു കഥയുണ്ട്. അദ്ദേഹം വളരെ അറിവും ജ്ഞാനവും പാണ്ഡിത്യമൊക്കെ നിറഞ്ഞ് അദ്ദേഹം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയപ്പോൾ പതിയെ വിശ്വാസം മങ്ങാൻ തുടങ്ങി, ദൈവത്തിന് അകലാൻ തുടങ്ങി, ഈശോയിൽ നിന്ന് അദ്ദേഹം വഴിമാറി നടക്കാൻ തുടങ്ങി. പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ആ പൗരോഹിത്യം പോലും വലിയ അപകടത്തിലായി, എല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ തൻ്റെ പേരും പ്രശസ്തിയും നഷ്ടപ്പെട്ട് ഒരു ഉന്മാദിയെപ്പോലെ ആ മനുഷ്യൻ അലയുകയാണ്. എന്നിട്ട് ഒരു സമയത്ത് അദ്ദേഹം ഒരു ദേവാലയത്തിൻ്റെ ആ വാതിൽപ്പടിയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു ഒന്ന് പള്ളി കയറാം. അങ്ങനെ പള്ളിയിൽ ആ പുറകിൽ ഇദ്ദേഹം ഇരിക്കുകയാണ്. പള്ളിയിൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടക്കുന്നു. ആ വൈദികൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ആദ്യമായിട്ട് കൈകൂപ്പി നിന്ന് ഈശോയെ സ്വീകരിച്ച എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, ഒരു പുരോഹിതനായിട്ട് ബലിയർപ്പിച്ചത്. ഇങ്ങനെ പല ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ മിന്നി മാഞ്ഞു. ഒടുവിൽ അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി, എനിക്കൊരിക്കൽ കൂടെ വിശുദ്ധമായി കുമ്പസാരിച്ചിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കണം. അദ്ദേഹം പിന്നീട് കുറെ കൂടെ ഒരുങ്ങി കുമ്പസാരിച്ച് മറ്റൊരു സായാഹ്നത്തിൽ ബലിയർപ്പിക്കുകയാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അൾത്താരയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കാതുകളിൽ ഞാനൊരു സ്വരം കേട്ടു, ഒടുവിൽ സ്നേഹിത നീയും വന്നോ, ഒടുവിൽ സ്നേഹിത നീയും വന്നോ. നമ്മുടെ ദൈവം കാത്തിരിക്കുന്നവനാണ്. ആ ഗിഫ്റ്റ് ഡിസ്കവർ ചെയ്തപ്പോൾ, ആ ഗിഫ്റ്റ് എംബ്രേസ് ചെയ്തപ്പോൾ ബോയ്സ് ബാരറ്റിൻ്റെ ജീവിതത്തിൽ വെളിച്ചം വരുന്നു. അപ്പോൾ മൂന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ എന്താണ്? എംബ്രേസ് ദ ഗിഫ്റ്റ്. ഇന്ന് ക്രിസ്തുവാകുന്ന ആ ഗിഫ്റ്റ് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണ്ടേ. ഒരു വിശുദ്ധ കുർബാനയുടെ, ഒരു ദിവ്യ ബലിയുടെയൊക്കെ വാല്യൂ നമുക്ക് തിരിച്ചറിയാമെങ്കിൽ എങ്ങനെയാണ് നമ്മളത് നഷ്ടപ്പെടുത്തുക? ഒരു കുമ്പസാരക്കൂടിൻ്റെ കരുണയുടെ ആഴം നമുക്ക് തിരിച്ചറിയാമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ കുമ്പസാരക്കൂടിനെ അല്ലെങ്കിൽ ആ വിശുദ്ധമായ കർമ്മത്തെ നമ്മൾ ചാനൽ ചർച്ചകളുടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ സ്വാധീനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് കൈവിടാൻ കഴിയുക? കാരണം എനിക്കറിയാം, എൻ്റെ കുമ്പസാരക്കൂട് മലയാളത്തിലെ ഒരു എഴുത്തുകാരൻ എഴുതി, ദൈവവും മനുഷ്യനും പരസ്പരം കണ്ടുമുട്ടി സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നിടത്തെ കുമ്പസാരക്കൂടെന്നല്ല ഞാൻ എന്താണ് വിളിക്കുക? അപ്പോൾ ദൈവം എത്രയോ മഹത്തരമായ സമ്മാനമാണ് ക്രിസ്തുവിൽ നമുക്കായി നൽകിയിട്ടുള്ളത്. അതിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ. ഏറ്റവും ഒടുവിൽ നാലാമത്തെ കാര്യം, ഷെയർ ദ ഗിഫ്റ്റ്. ഈ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത്, പ്രത്യാശയും പ്രതീക്ഷയും മങ്ങിയ ഒരു ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനെ പങ്കുവെക്കാൻ, ക്രിസ്തുവിനെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആ സ്നേഹം പൗലോസ്ലീഹ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലാണ് ആ
ഗിഫ്റ്റ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളിലേക്ക് നമുക്കൊന്ന് നോക്കാം. എവിടെ ആ സമ്മാനം? ഒരു വിലപ്പെട്ട സമ്മാനം ആരെങ്കിലും നമുക്ക് തന്നാൽ നമ്മളത് വിലകെട്ട ഒരിടത്ത് വെക്കില്ല. ഏറ്റവും വിലപ്പെട്ടതാണ്, അത് ഏറ്റവും മനോഹരമായൊരിടത്ത് നമ്മൾ കാത്തുസൂക്ഷിക്കും. അതിനെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അതിന് എന്നേക്കും നമ്മൾ വിലമതിക്കും. അതിൻ്റെ നന്മ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കിടും. നമുക്ക് ആഗ്രഹിക്കാം ഈ ആഗമന കാലത്ത്, ഈ ക്രിസ്തുമസിൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഒരു ദൈവീകമായ ഒരു കണ്ടെത്തലും പങ്കുവെക്കലും ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരലും നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഒരിക്കൽ കൂടെ ഈ സമയത്ത് നമ്മുടെ ജീവിതങ്ങളെ ദൈവ തിരുമുമ്പിൽ നമുക്ക് കൊണ്ടുവരാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്ന എല്ലാം ലോകത്തെ കീഴടക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് ജനിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ ആ ദൈവ കരങ്ങളിലേക്ക് കൊടുക്കാം. ഈ ഈരടികളോട് ചേർന്ന് കർത്താവിനെ നമുക്ക് വിളിക്കാം. അരികിൽ വരണമേ, ദൈവമേ എന്നെ തൊടണമേ, എന്നെ സുഖമാക്കണമേ, സൗഖ്യം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹത്തോടെ ഉള്ളിൽ പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. മറ്റാർക്കും സുഖപ്പെടുത്താനാവാത്ത ഒരുപാട് തകർച്ചകളും വേദനകളും ഹൃദയത്തിൽ പേറുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരുപക്ഷെ ഞാൻ അത്തരമൊരാളാവാം. ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോടെ ആഗ്രഹത്തോടെ ആർക്കും വേണ്ടാത്തവരെല്ലാം മാറോട് ചേർക്കുന്ന മിശിഹ, അതിനാ കാലിത്തൊഴുത്തിൽ ജനിച്ചത്. അതിനാർക്കും വേണ്ടാത്ത കുരിശിൽ അവസാന തുള്ളിച്ചോരയും ഇറ്റുവീഴ്ത്തി മരിച്ചത്. അതിനാണ് അവൻ ഉത്തിതനായി യുഗാന്ത്യം വരെ കൂടെ വസിക്കുന്നത്. ഇത്രയും വലിയ ഗിഫ്റ്റ്, ഇത്രയും വലിയ സമ്മാനം ലോകത്തിൽ ആർക്കാണ് തരാൻ കഴിയുക? നമുക്ക് പ്രാർത്ഥിക്കാം. അരികിൽ വരണമേ, എനിക്ക് സൗഖ്യം തരണമേ, എന്നെ ആ പ്രകാശത്തിൽ, സ്നേഹത്തിൽ, എൻലൈറ്റൻമെന്റിൽ നയിക്കണമേ. പ്രാർത്ഥിക്കാം. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥാ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. വരേണേ, ദൈവമേ, സദയം തൊടേണേ, ക്രിസ്തുവിലൂടെ നൽകുന്ന രക്ഷ, സൗഖ്യം എൻ്റെ ഉള്ളം. ആഗ്രഹത്തോടെ അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. വിശുദ്ധ ക്ലാര പുണ്യവതി യേശുക്രിസ്തുവിനൊരു കണ്ണാടിയായി കണ്ട് ആ കണ്ണാടിക്ക് മുമ്പ് നിൽക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ആഗമന കാലത്ത് ക്രിസ്തുവാകുന്ന കണ്ണാടിയിലേക്കൊന്ന് നോക്കാം. ഞാൻ എവിടെയാണ്? എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ മുമ്പിലിരിക്കും ഒരു കണ്ണാടിയിൽ എന്നതുപോലെ നമുക്ക് നമ്മളെ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയും എന്തുമാത്രം മാലിന്യങ്ങളാണ്, എന്തുമാത്രം അഴുക്കാണ് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെയും മനുഷ്യനെയും കബളിപ്പിക്കാത്തൊരാത്മീയത വേണം. അതുകൊണ്ട് ഈ രാത്രി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഓ ദൈവമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് സകല മനുഷ്യർക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ്. ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ എന്തിനാണ് നിരാശപ്പെടുന്നത്? എൻ്റെ ജീവിതത്തിലും ഒരു സദ്വാർത്തയുണ്ട്. ആ സദ്വാർത്തയുടെ പേര് ക്രിസ്തുവാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിതങ്ങളെ തിരുമുമ്പിലേക്ക് കൊടുത്ത് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ ആരാധന, സ്തോത്രം. ഓ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് പൂർണ്ണമായി ഏറ്റെടുക്കണമേ. ഈ ആഗമന കാലത്ത് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഏറ്റവും വലിയ അത്ഭുതം, ഒരുവൻ തൻ്റെ ജീവിതം ക്രിസ്തുവിന് നൽകുന്നതാണല്ലോ. ആ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഏറ്റവും വലിയ സമ്പത്ത്
കർത്താവെ, നീയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കാരണം ഈ ജീവിതം വെറും ഒരു തീർത്ഥാടനം മാത്രമാണെന്നും വെറും നീർപ്പോള പോലെയുള്ളൊരു ജീവിതത്തിൽ വെറും കൈയോടെ മടങ്ങുന്നവനാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതയാത്രയിൽ ഏറ്റവും വലിയ സമ്പത്ത് എനിക്ക് യേശുവാണ്. യേശുവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അവൻ എമ്മാനുവേലാണ്, താങ്ങുന്ന ദൈവം. നിന്റെ കൂടെയുള്ളപ്പോൾ നീ തളരുന്നത് എന്തിനാ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, സഹനങ്ങൾ, ദുഃഖങ്ങളെല്ലാം വിട്ടുകൊടുത്ത് കർത്താവിനെ ആരാധിക്കാം. എമ്മാനുവേൽ, യുഗാന്ത്യം വരെ കൂടെ വസിക്കുന്ന ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. മത്തായി 1:23 തിരുവെഴുത്ത് നമ്മളോട് പറയുന്നു, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ ഉണ്ടാവണമേ. ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വരികളോട് ചേർന്ന് നമ്മളെ തന്നെ സമർപ്പിക്കാം. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. തകർച്ചകളെല്ലാം നന്മയായി മാറ്റും തുണയാ നിൽക്കും അനുഗ്രഹമേകും എമ്മാനുവേൽ, എമ്മാനുവേൽ. താങ്ങുന്ന ദൈവം കൂടെയുള്ളപ്പോൾ തളരുന്നതെന്തേ കുഞ്ഞേ, തളരുന്നതെന്തേ കുഞ്ഞേ. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവും അനുഭവവും അപൂർണവും അല്പമാത്രവുമാണ്. അതുകൊണ്ട് ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച ക്രിസ്തു യേശുവിനെയും അറിയാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ യാതൊരു ശക്തി കൊണ്ടും അല്ല ദൈവത്തിൻ്റെ സത്ത ഗ്രഹിക്കാൻ നമുക്ക് പറ്റില്ല. മറിച്ച് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അവിടുത്തെ പുത്രനാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം നിറയാൻ, ദൈവാനുഭവത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നന്ദി പറയുന്നു. കാലിത്തൊഴുത്തിൽ മനുഷ്യനായി തീരാൻ മാത്രം ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ തിരുക്കുമാരനെ ഞങ്ങൾക്ക് നൽകിയ അനന്ത കരുണയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ലോകത്തെ കീഴടക്കും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ കർത്താവേ, ഈശോയിൽ ഒരു പൈതലായി ഒരു വീണ്ടും ജനനം അനുഭവം എനിക്ക് തരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ. ദൈവമേ നന്ദി, ആരാധന, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എമ്മാനുവേലായ ക്രിസ്തു നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഗോഡ്സ് വിൽ, നത്തിങ് മോർ, നത്തിങ് ലെസ്, നത്തിങ് എൽസ് എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ നമുക്ക് കിട്ടട്ടെ. ദൈവത്തിൻ്റെ ഹിതം, അതിൻ്റെ കൂടുതലും വേണ്ട, കുറവും വേണ്ട, മറ്റൊന്നും വേണ്ട. നമുക്ക് തീർച്ചയായും അതുപോലെ ദൈവമേ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. അതുകൊണ്ട് ആ ദൈവ സ്നേഹം പ്രത്യേകിച്ച് ഈ ആഗമന കാലത്ത് കൂടുതൽ ആഴത്തിൽ തൊട്ടറിയാൻ ദൈവം നമുക്ക് കൃപയരുളട്ടെ. ഈശോയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോമിശിഹയുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ എന്നേക്കും യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കണമേ. ആമേൻ.